പിശുക്കനാ നന്ദേട്ടൻ. 6 പിശുക്കൻ. മറ്റുള്ളവർ സ്നേഹിക്കണം, തിരിച്ചു തരില്ല. 1000 തന്ന തിരിച്ചു തരണത് 10. എനിക്കിപ്പോ അത്ര സൗകര്യമുള്ളൂ. അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ? എന്റെ സുഖം നീ നിന്നിട്ട് നമുക്ക് ആ പല്ലവി ഒന്നുകൂടെ നോക്കാം. എനിക്കും വയ്യ. എനിക്കറിയാം, കടമ കാണിച്ചതല്ലേ. അല്ലാതെ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്ത എന്റെ കുശുമ്പുണ്ട് എന്നോട്. ശരിയാ, അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വൈര്യം കെടുത്തില്ലായിരുന്നു എന്നെ. അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ? എന്ന് കെട്ടിക്കോളെ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. അമ്പടാ, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെ. അതെങ്ങനെയാ, നീ മരിക്കില്ലേ? പ്രേതായിട്ട് വരും ഞാൻ. എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ. നന്ദേട്ടൻ പറയണ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് അനുസരണേ. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെയാ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി? നിന്റെ മടിയാ. എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ? ആ, അങ്ങനെ തുറന്നു പറ. അപ്പോ സുമിക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ച്